എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാരന്റിംഗ് പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ടി.പി. നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ദുഃഖവും ഗാർഹിക പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും മക്കളൊക്കെ ഉണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കഴിയാൻ കാരണം എൻ്റെ രക്ഷിതാക്കൾക്ക് അന്നൊരു വിഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലേ? അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ടും അവർക്ക് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവർക്ക് ഞാൻ സ്വന്തം കാര്യം നിൽക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടുമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മകൾ എന്നോട് പറഞ്ഞത്, അപ്പം എനിക്ക് അതിൻ്റെ ഒരു ബാക്കി മനസ്സിലാകുന്നത്. അവൾ എന്നോട് പറഞ്ഞത്, എൻ്റെ ഉമ്മാച്ചിക്ക് ഏകദേശം 80-81 വയസ്സുണ്ട്. എന്നോട് പറയുന്നത് ഉമ്മാമയാണ് എനിക്ക് ഏറ്റവും പ്രോത്സാഹനം തരുന്നത്. അവിടെ എന്നോട് പറഞ്ഞത്, ഉമ്മാമ ഒരിക്കലും നീ കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കാറില്ല, നീ എപ്പോൾ CA പാസ്സാവുക അത് ചോദിക്കാം. അവൾ പറയുന്നത്, നീ എപ്പോൾ CA പാസ്സാവുക, പഠിച്ച് ഉഷാറാവണം, ഉമ്മാനെക്കാളും വലിയ ആളാവണം, വലിയ ജോലി നേടണം, വലിയ പൊസിഷനിൽ എത്തണം എന്ന് എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നത്, എന്നെക്കാളും അവളുടെ ഉപ്പാനെക്കാളും കൂടുതലായിട്ട് പറയുന്നത് ഉമ്മാമയാണെന്ന് അവൾ പറയുന്നത്. എന്നോട് ഇന്ന് വരെ ഉമ്മാമ നീ കല്യാണം കഴിക്കാത്തത് എന്താ, 25 വയസ്സായാലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷൻ ഏതൊരു സ്ത്രീക്കോ ഏതൊരു പുരുഷനോ ഉണ്ടോ അവരുടെ മക്കൾ മാത്രമേ വലിയ രീതിയിൽ എത്തുള്ളൂ. അല്ലാത്തവരുടെ മക്കൾ എവിടെ എത്തൂല. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമുക്കിങ്ങനെ വലിയ താല്പര്യം, നമുക്ക് വലിയൊരു ആഗ്രഹമാണ്, നമ്മളെ മക്കളെ കുറിച്ച് വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങൾ അതിരുവിടുകയും കുട്ടികളിൽ കുറ്റവാസന പെരുകുകയും ചെയ്യുന്നുണ്ട്. പുതിയ കാല തലമുറയിലെ നെഗറ്റീവ് ചിന്തകൾ കുട്ടികളിൽ വ്യാപിക്കുന്നു. സ്വഭാവ വൈകൃതങ്ങൾ, ശീലദോഷങ്ങൾ, തിന്മകൾ കുട്ടി സമൂഹത്തിൽ വർദ്ധിക്കുന്നു. മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ തുടങ്ങിയവരോടുള്ള സമീപനത്തിൽ അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറ്റ വൈകൃതം ഗുരുതരമായ രീതിയിൽ കാണപ്പെടുന്നുമുണ്ട്. അമിതമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജീവിതത്തിന്റെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു. സർവ്വ പുരോഗതിയും ദുർബലപ്പെട്ടു പോകുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ അഭിരമിച്ച് ജീവിതത്തിന്റെ പരിശുദ്ധതയും നിർമ്മലതയും പരിഹസിക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത്. ലക്ഷ്യബോധവും കാഴ്ചപ്പാടുമില്ലാതെയുള്ള ജീവിതം ഭാവിയെ തകർക്കുന്നുമുണ്ട്. ലഹരി കണ്ണുകളിൽ മക്കൾ കുരുകുന്നു. ലഹരി, മയക്കുമരുന്ന് എന്നിവകളിലാണ് ഇന്നത്തെ കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്നത്. ഇവയൊക്കെയും ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ പാരന്റിങ്ങിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു ജീവിത രീതിയുണ്ട്. ആ രീതി മാറും. സാധാരണ ഇതിൽ പിള്ളേരെയൊക്കെ 9 മണിക്ക് കെട്ടുകൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ സ്വസ്ഥം സുഖം, എല്ലാ ഏർപ്പാടും 11 മണിക്കൂർ കിടത്താം. അത് കഴിഞ്ഞ് 2 മണിക്ക് രാവിലത്തെ എടുത്ത് വീണ്ടും ചൂടാക്കി അത് തന്നെ കഴിച്ചിട്ട് വീണ്ടും ഒരു കിടത്താം. ഈ ഏർപ്പാട് പൊളിയാൻ പോവുകയാണ്. അതാണ് ടെൻഷൻ. അല്ലാണ്ട് കുട്ടി മോശമായി, കുട്ടി വന്നാൽ പ്രശ്നമാവും. ഏതുപോലെ എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താ അനുഭവിച്ചേ? ഒന്നും അനുഭവിച്ചിട്ടില്ല. ഏത് ഓൺലൈൻ ക്ലാസ് അനുഭവിച്ചിട്ടുള്ളൂ. ഇടയ്ക്കിടെ വന്നില്ല. ഇപ്പൊ കുഞ്ഞു മാത്രമല്ല, മറ്റേ മനുഷ്യനുണ്ട്. ഇയാൾക്ക് എവിടെയും പോകാനുമില്ല, ഇയാളെ കൊണ്ട് പോകുന്നുമില്ല. രാവിലെ ഉച്ചയാകുമ്പോ ആയിട്ട് ഈ ചോദ്യം കേട്ട് അടുത്തൊരു മാനസികാവസ്ഥ നമുക്കില്ലേ? ഇതുപോലെ 10 ദിവസത്തെ സാഹചര്യത്തെ കുറിച്ചും ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷേ ആ 10 ദിവസത്തെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ക്ലാസ് മുറികളിലും കുട്ടികളിലും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂളിൽ ആദ്യഘട്ടത്തിൽ ഒരു പാർട്ട് ടൈം കൗൺസിലറുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. ക്ലാസ് മുറികളിൽ പൊതുവായ അക്കാദമിക മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിക്കും. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഉറപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ് സ്കിൽ ലാബ് സ്ഥാപിക്കും. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസുകളും കൗൺസിലിംഗുകളും തുടങ്ങി നിരവധി പരിപാടികളാണ് സ്കൂൾ പാരന്റിംഗിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. സി സുഹൈൽ, കെ അബ്ദുറഹ്മാൻ, മുഹമ്മദ് ആഷിഖ് VD, PP സുബൈർ, ഷെരീഫ് തങ്കയം, MP മുഹമ്മദ് അഷ്റഫ്, സഹീറ P, ഡോക്ടർ TP അബ്ദുൾ ഖാദർ, KM കൃഷ്ണകുമാർ, പാരന്റ് റെപ്രസെന്റേറ്റീവ്സ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.